എല്ലാവർക്കും നമസ്കാരം. വീട്ടിൽ വന്നതിന് ശേഷം റേഡിയേഷന്റെ ഇതൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നതിന് ശേഷം വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടാനായിട്ട് ഇങ്ങനെ നിൽക്കുകയായിരുന്നു. പക്ഷേ അവിടുന്ന് എങ്ങനെയൊക്കെയോ റേഡിയേഷന്റെ സ്ഥലത്ത് നിന്ന് എംവിആർന്ന് കഴിച്ചലായി എന്ന് പറയാം. പെട്ടെന്ന് നാട്ടിലെത്തണം എന്നുള്ളതാണ്. രേഖ അവിടുന്ന് വരുമ്പോ ഒന്നും കഴിച്ചില്ല. കാരണം ഒരു വത്തക്കായുടെ കഷ്ണം എന്നോട് വാങ്ങിച്ചു. അതിന്റെ പകുതി അവള് തന്നെ ഒരു സ്പൂണും ഞാൻ റെഡിയാക്കി കൊടുത്തിട്ടായിരുന്നു. ആ വത്തക്കയുടെ പകുതി വരെ കഴിച്ചിട്ടാ നിന്നത്. കാരണം വരുമ്പോ ഛർദ്ദിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇഞ്ചക്ഷൻ എടുത്തിട്ടായിരുന്നു 2 ഇഞ്ചക്ഷൻ. പിന്നെ ബോർഡിനൊരു ഇഞ്ചക്ഷൻ എടുക്കാനുണ്ട്. പക്ഷെ അത് കുറച്ചും കൂടെ കഴിഞ്ഞ് അപ്പൊ അത് എല്ലാം കൂടി ഒന്നരപ്പാടെ എടുക്കണ്ട വിചാരിച്ചിട്ടാ. കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാന്ന് വിചാരിച്ചിരിക്കുന്നു. അങ്ങനെ വീട്ടിലെത്തി. അപ്പൊ ഇത്തവണ ലേഖക്കും എനിക്കും സമാധാനക്കേടൊന്നും ഉണ്ടായിട്ടില്ല. കാരണം കുട്ടികളെ പരീക്ഷ ആയതുകൊണ്ടാണ് കുട്ടികളെ കൂട്ടാതിരുന്നത്. അപ്പൊ കുട്ടികളെ നോക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രിയപ്പെട്ട അമ്മായി, ലേഖയുടെ അമ്മായി, സതി അമ്മായി, കൊരമാമന്റെ അമ്മായി, കോരമാമന്റെ ഭാര്യ. കോരമാമൻ കഴിഞ്ഞ ഒരു വർഷം മുമ്പേ മരണപ്പെട്ടു പോയി. നല്ല സ്നേഹമുള്ള ഒരാളാണ്. വലിയ കരുതലുള്ള ഒരാളാണ്. ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്ന ഒരാളാണ്. എന്നോടും ലേഖയോടും എന്തെന്നില്ലാത്ത ഒരു സ്നേഹവും ഒരു ഒരു പിന്നെ മമതയൊക്കെ ഉള്ള ഒരാളാണ്. ആ അമ്മായിയും പിന്നെ അതുപോലെ നമുക്ക് അളിയനായിട്ട് ഒരു മോനേ ഉള്ളൂ. ആ മോനും കൂടിയിട്ടാണ് വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കിയത്. വീടൊക്കെ അതിഗംഭീരമായി പിന്നെ റെഡിയാക്കി അത്രയും അമ്മായിക്ക് ഒരു സെക്കൻഡ് വെറുതെ ഇരിക്കാൻ ഇഷ്ടമല്ല. അത് എന്തെങ്കിലും പണികൾ കാര്യങ്ങൾ ചെയ്തുകൊണ്ടേ ഇരിക്കണം. അതുപോലെ നല്ല ഗംഭീരമായിട്ട് പാചകം ചെയ്യും. നമ്മളൊന്നും അതിന്റെ ഒരു 7 അയലോക്കത്ത് അല്ല. അങ്ങനെ നല്ല കുക്കാണ്. അതിലുപരി എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെ പിള്ളേരുടെ കാര്യം വീട്ടിന്ന് എന്ന് പറഞ്ഞാല് ആര് നമ്മളെക്കാളും ഗംഭീരമായിട്ട് അമ്മായി നോക്കുന്നുള്ളത് ഉറപ്പാണ്. അത് അമ്മായി നോക്കി. അതുകൊണ്ട് പറഞ്ഞാല് വലിയ താങ്ക്സ് അല്ല അമ്മായിക്ക് എന്താ പറയണത്. അമ്മായി താങ്ക്സ് എന്ന് അമ്മായിയോട് പറഞ്ഞുകൂടാ. അമ്മായി ചീത്ത പറയും. ഏഹ് അല്ല അമ്മായി അതന്നെ പിള്ളേരെ കുഴപ്പമൊന്നാക്കിയിട്ടല്ലോ. കുഞ്ഞപ്പാ നല്ലതാണ്. അല്ല നല്ല കുഞ്ഞാളാണ്. ആയിക്കോട്ടെ ആയിക്കോട്ടെ. അങ്ങനെ അവർക്ക് സന്തോഷമുണ്ട്. അപ്പോ പിന്നെ അത് നല്ലൊരു കാര്യം. ഒരു അമ്മായി എന്ന് വിളിച്ചുകൂടാ. കാരണം എനിക്ക് സ്വതവേ എനിക്ക് അമ്മയുടെ സ്ഥാനത്താണ്. ലേഖയായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ എനിക്കൊരു അമ്മയുടെ സ്ഥാനത്താണ് അമ്മായി എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത് നിൽക്കുന്നത്. പിന്നെ ഈ കാര്യങ്ങളില് എന്ത് കാര്യമായാലും പെട്ടെന്ന് തന്നെ അറിയും. ലേഖ ചെറിയൊരു വയ്യായിക വന്നു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഓടി വരുന്നത് അമ്മായിയാണ്. അതുപോലെ എനിക്ക് ഭയങ്കരമായ അസ്വസ്ഥത ഉണ്ടായിട്ട് ഞാൻ ഏകദേശം 3-4 മാസം കിടപ്പിലായിരുന്നു. ആ സമയത്തും വളരെ ഫാസ്റ്റായിട്ട് വഴി പോലും അറിയാതെ അമ്മായി എങ്ങനെയൊക്കെ പെരുതി പിടിച്ചിട്ട് അമ്മായി അവിടെ എത്തി. അതാണ് ചോദിച്ചു ചോദിച്ചു ഇതാണ് വന്നു. നമ്മുടെ സതിയമ്മായി. അപ്പൊ അമ്മായി ഇന്ന് വരാൻ ഒരു അമ്മായി പറഞ്ഞു അമ്മായി ചോദിച്ചു ചോദിച്ചു വന്നു. എങ്ങനെ ചോദിച്ചു ചോദിച്ചു വന്നു. ഇങ്ങനെ എടല്ലോ ചോദിച്ചു ഇങ്ങനെ അംബികാഷന്റെ വീട് താമസിക്കുന്ന എവിടെയാണ്, ഇങ്ങനെ പറഞ്ഞു നിങ്ങൾ അവിടെയാണെന്ന് പറഞ്ഞിട്ട് ആ കുളത്തിന്റെ ഇലയെ കൂടെ വന്നു. അത്രയ്ക്ക് ധൈര്യമാണ്. അങ്ങനെ അപ്പം നമ്മളെപ്പോഴും എന്ന് പറഞ്ഞാൽ നമുക്ക് കൊടുക്കാനുള്ളത് എപ്പോഴും പ്രധാനം എന്ന് പറഞ്ഞാൽ സ്നേഹമാണ് അല്ലെ. കളങ്കമില്ലാത്ത സ്നേഹം. അതിനനുസരിച്ച് അത് പ്രതിഫലം ഒന്നും അല്ലല്ലോ. നമുക്ക് അതിലുപരി നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ആ സ്നേഹം കൊടുത്തോണ്ടേ ഇരിക്കണം. ദൈവം അതിൻ്റെതായ എന്തെങ്കിലും തരത്തിലുള്ള നമുക്ക് ഒരു അനുഗ്രഹം തരും എന്നുള്ള 100% ഉറപ്പാണ്. സ്നേഹിക്കുക. ഒരു സെക്കൻഡ് സ്നേഹിക്കുക. കാരണം വരും വരായികൾ എങ്ങനെയാണ് ഇമ്മീഡിയറ്റ് അടുത്ത തവണ എന്താണ് വരുന്നത് നമുക്ക് അറിയില്ല. അമ്മായിയുടെ കാര്യം ഇതിനിടയിലൊക്കെ ഒരേ വീഴ്ചയാണ്. അതന്നെ. അതെ 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 അതെ. അത് വേറൊരു അമ്മായി അവര് നമ്മൾ വിളിക്കുകയാണെങ്കിൽ വരുവാൻ തയ്യാറാണ്. പക്ഷെ അവര് ചെറിയൊരു ഹോസ്പിറ്റലൈസ്ഡ് ആയിപ്പോയി. നമുക്ക് ചിലവർക്ക് അറിയായിരിക്കും. എല്ലാരും അപ്പൊ വിളിച്ച മാത്രല്ല എന്തെങ്കിലും അസ്വസ്ഥതകൾ വിളിച്ചു കഴിഞ്ഞാൽ വെളിപ്പുറത്തായി ഒരുപാടായിരം ആൾക്കാർ നമുക്കുണ്ട്. അത്രയും സപ്പോർട്ടേഴ്സ് ഉണ്ട്. നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാരുണ്ട്. അതൊരു വലിയൊരു കാര്യമാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അപ്പൊ ഞാൻ പറഞ്ഞിരുന്നത് ഇതാണ്. നമുക്ക് ഇനി എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്കറിയില്ല. അപ്പോ നമ്മൾ കളങ്കമില്ല. നമ്മൾ സ്നേഹിക്കുക. കൊടുക്കേണ്ടവർക്ക് മീൻസ് നമുക്ക് കൊടുക്കാനുള്ളത് ഉള്ളിലുള്ള നന്മയുള്ള ഒരു സ്നേഹമാണ്. ഇന്നിപ്പോ അമ്മായി വരാനുള്ള കാരണം എന്ന് പറഞ്ഞാല് ലേഖക്ക് കഴിക്കാനുണ്ടാവുന്ന ബുദ്ധിമുട്ടുണ്ടല്ലോ. എന്തെങ്കിലും കഴിക്കണം. അപ്പൊ ഞാൻ പറയും പിന്നെ ഇത് വേണോ, ഫ്ലേക്സ് വേണോ, അല്ലെങ്കിൽ ഓട്സ് വേണോ, കഞ്ഞി വേണോ, ഉപ്മാവ് വേണോ, എന്താ. പക്ഷെ അതൊന്നും അല്ല. അവക്കിങ്ങനെ പെട്ടെന്നൊരു വെറൈറ്റി മറിച്ച് എനിക്ക് കുറച്ച് ഗോതമ്പ് പൊടിച്ച് കിട്ടിയിട്ടുണ്ടെങ്കിൽ. അപ്പൊ അന്നേരം അമ്മായി ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അമ്മായിയോട് പറഞ്ഞു. അമ്മായി നിമിഷങ്ങൾക്കകം അത് ഗോതമ്പ് പൊടിച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നു. അല്ലേ? അതെ. ആ ഗോതമ്പ് കുത്തി പൊടിച്ച് കാരണം നമ്മളെ ഒരു പിന്നെ അതിന്റെ ജെനുവിൻ ആയിട്ടുള്ള ഒറിജിനൽ സാധനം തന്നെ കിട്ടിക്കോട്ടെ എന്നുള്ളതാണ്. അപ്പൊ അത് പിടിച്ചു കൊണ്ടത് അതിനകത്ത് തേങ്ങയും കഴുകി ഉണക്കി പൊടിച്ചെടുത്ത് ഇങ്ങോട്ട് വന്നു പാവം. അതിനകത്ത് കുറച്ച് ശർക്കരയും തേങ്ങയൊക്കെ ഇട്ടിട്ട് ഇതാ തകർത്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെ. എപ്പോഴും ഈ അരിഭക്ഷണം തന്നെ ഇങ്ങനെ അധികം കഴിക്കുന്നത് ശരിയല്ലല്ലോ. കാരണം അരിഭക്ഷണം നമ്മൾ ഒറ്റ നേരം മാത്രമേ കഴിക്കുന്നുള്ളൂ. ബാക്കിയുള്ളൊക്കെ പച്ചക്കറികളും
ചില പിന്നെ ചിക്കൻ്റെയൊക്കെ കാര്യങ്ങളൊക്കെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ അതാണ് അമ്മായി. അപ്പോൾ അമ്മായി ഇതേപോലെ തന്നെയാണ് അമ്മായിയുടെ മകനായിരിക്കുന്ന രാജീവൻ. അവന് ഈ ബിൽഡിംഗ് പ്രൊജക്റ്റുകൾ ബിൽഡേഴ്സിന്റെ വിഭാഗത്തിൽപ്പെടുന്ന ആളാണ്. അപ്പോ അവൻ ഏത് കാര്യത്തിലും എന്തോ ഒരു വിളിച്ചാൽ എന്തെങ്കിലും ഒരു അവസ്ഥയും അസ്വസ്ഥതകളും വന്നു കഴിഞ്ഞാൽ ഇന്ന സ്ഥലമൊന്നുമില്ല അവിടെ ഓടിയെത്തും. നമുക്ക് മിക്കവാറും എല്ലാവരോടും പറയേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കൊരു ഒരു സന്നിഗ്ധ ഘട്ടത്തില് ഒരു അവസ്ഥയൊന്ന് മാറിക്കഴിഞ്ഞാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാടായിരം ആൾക്കാര് നമുക്കുണ്ട്. ഏഹ് അത് വലിയൊരു കാര്യമാണ്. അല്ലേ? അതെ അല്ലേ അമ്മായി? അതെ നല്ല കാര്യം. നമ്മുടെ ഒരു ഇല്ലായ്മയിൽ അതന്നെ എത്തിപ്പെടുക എന്നുള്ളതല്ലേ അതെ ഏറ്റവും വലിയ കാര്യം. അതെ അതെ വേഗം ഓടി എത്താനല്ലോ. എന്തെങ്കിലും സങ്കടപ്പെട്ട് നിൽക്കുമ്പോ അതെ അല്ലെങ്കിൽ വിഷമം നമുക്ക് എന്തെങ്കിലും വിഷമഘട്ടത്തില് ഉം. നമ്മളെ കൂടെ ഉണ്ടാകുന്നവരാണ് ബന്ധു. അല്ലാതെ നമുക്ക് ഒരുപാട് ഉണ്ടെങ്കിൽ ഉണ്ടാകുമ്പോഴോ അല്ലെങ്കിൽ സന്തോഷിക്കുമ്പോൾ വരുന്നവരല്ല. അല്ല, അല്ല. നമുക്കൊരു സങ്കടം ഒരു ദുഃഖം വരുമ്പോൾ നമ്മളെ കൂടെ ഉണ്ടാകാൻ എപ്പോ ഉണ്ടാവും അല്ലേ അമ്പോട്ടാ? തീർച്ചയായും. ഞാൻ എപ്പോഴും ഞാൻ പറയാറില്ല. എനിക്കാണെങ്കിൽ മുമ്പ് മുമ്പ് പറഞ്ഞപ്പോ നമ്മളിപ്പം കേട്ട സുഹൃത്തുക്കളായിക്കോട്ടെ, ഇനിയിപ്പം ഏഹ്, ഒരുപാട് നമുക്ക് എപ്പോഴും കൂടെ ഉണ്ടാകുന്ന കുറെ സുഹൃത്തുക്കൾ എന്ന് പറയുന്ന ചില ആൾക്കാരുണ്ട്. അവരൊക്കെ നമുക്ക് ഒരു ചെറിയ ഒരു വല്ലാത്തൊരു സിറ്റുവേഷൻ ഉണ്ടായ സമയത്ത് ആ അവസ്ഥയ്ക്ക് വന്നിട്ടില്ല. അത് സ്വതവേ അങ്ങനെയാണ്. ഇപ്പോ നമുക്ക് പരിചിതമല്ലാതിരുന്ന ഇപ്പൊ പരിചയമുള്ള ആൾക്കാരാണ് എല്ലാവരും. അല്ലേ? ഒരു കൺഫ്യൂഷൻ അല്ല. എന്ന് പറഞ്ഞാല് നമുക്ക് നേരിട്ട് പരിചയമില്ലെങ്കിലും നമ്മുടെ സുഹൃത്തുക്കളും ബന്ധുക്കളായി മാറിയിരിക്കുകയാണ് എല്ലാവരും. അപ്പൊ നമുക്ക് ഒരു അസ്വസ്ഥത അമ്പോട്ട വരുമ്പോ സ്കൂൾ ആ മേറ്റ് എന്റെ സ്കൂൾ ആ മേറ്റ് അതെ നമുക്ക് സതീശൻ കാഞ്ഞിരിക്കല്. അതെ സതീശൻ കാഞ്ഞിരിക്കയില് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരാളാണ്. ആദ്യം ഫസ്റ്റ് തന്നെ ഇറങ്ങി പുറപ്പെട്ട ഒരാളാണ്. ലേഖയുടെ പിന്നെ ക്ലാസ്മേറ്റുകള്, എന്റെ ക്ലാസ്മേറ്റുകള്, അരവിഞ്ചാലിലെ എന്റെ സുഹൃത്ത് പയ്യന്നൂർ നൗഫല് കോളേജിലൊക്കെ ഒക്കെ ഇടപെട്ടിട്ടാണ് പല പയ്യന്നൂർ കാര്യങ്ങള് കോളേജില് പയ്യന്നൂർ കോളേജിലെ പിന്നെ ലേഖയുടെ ജസ്ന സുഹൃത്തുക്കള് കുറെ ഒരുപാട് ആൾക്കാരെ പേരെടുത്ത് പറയേണ്ടി വരും. അതിലുപരി പിന്നെ കേരളത്തിൽ നിന്നും അങ്ങോളം ഇങ്ങോളം ഉള്ള ആൾക്കാർ, കേരളത്തിന് പുറത്തുള്ള ആൾക്കാർ ഒരു മാധവ സ്കൂളിൽ അതെ തന്നെ ഏറ്റവും ഒരു എസ്പെഷ്യലി ഒരു ചുമൽ സഹായം എന്നോണം നമ്മളെ സപ്പോർട്ട് ചെയ്യുകയും ഹെൽപ്പ് ചെയ്യുകയും ഒക്കെ ചെയ്തത് ഒരിക്കലും പറഞ്ഞാലും തീരാൻ പറ്റാത്ത അത്രത്തോളം കടപ്പാടാണ് അവരോട് എല്ലാവരോടും. പിന്നെ പല ആൾക്കാരും നമ്മൾ ചിലപ്പോൾ അങ്ങോട്ട് വിളിക്കും. "ഇങ്ങോട്ട് എന്താ വിളിക്കാത്തെ?" ചോദിക്കും. അങ്ങോട്ട് വിളിക്കുമ്പോൾ പറയും, "എല്ലാം വീഡിയോയിൽ കാണുന്നുണ്ടല്ലോ അമ്പു. പിന്നെ എന്തിനാ നിങ്ങൾ വിളിച്ച് ബുദ്ധിമുട്ടിക്കുന്ന്" പറഞ്ഞു. പക്ഷെ എന്നാലും ഇടയ്ക്ക് ഇങ്ങനെ വിളിക്കൊക്കെ ചെയ്യുമ്പോൾ ഒരു താല്പര്യമാണ്. ഏഹ്. അപ്പോ പിന്നെ അത് ഞാൻ പറഞ്ഞു വരുന്നത് പറഞ്ഞാൽ ഉണ്ടാവുന്ന സമയത്ത് ഒരുപാട് സുഹൃത്തുക്കളുണ്ടായിരുന്നു. ഇല്ലായ്മയിൽ ചിലപ്പോൾ ഒരു സുഹൃത്ത് പോലും തിരിഞ്ഞു നോക്കൂല. വരുന്നത് അതിനേക്കാളും ശക്തരായ 1000 സുഹൃത്തുക്കളാണ്. അപ്പൊ അതാണ് യഥാർത്ഥ സുഹൃത്തുക്കൾ. അതാണ് യഥാർത്ഥ ബന്ധുക്കൾ. നമ്മുടെ ഇല്ലായ്മയിൽ നമ്മളോട് കൈചേർക്കുകയും, നമ്മളോട് തോളോട് ചേരുകയും, പിന്നെ നമ്മളെ സഹായിക്കാൻ മുന്നോട്ടിറങ്ങുന്നവരാണ് ഏറ്റവും വലിയ ബന്ധുക്കൾ. അല്ലേ? അപ്പൊ തീർച്ചയായും ലേഖ ഒന്ന് ആക്റ്റീവ് ആവട്ടെ. നമുക്ക് കുറച്ച് പരസ്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. ലേഖയുടെ മുമ്പേ അന്നേ നമുക്ക് എല്ലാം വന്നിരിക്കുന്നതാണ്. കരിവളിച്ചു പോയിട്ട് റേഡിയേഷൻ ഇനി ചെയ്തിട്ട് എല്ലാം കരിവളിച്ചു. റേഡിയേഷൻ ചെയ്തതിന്റെ ഒരു കരിവാളിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇനിയിപ്പോ അതൊക്കെ ഒന്ന് റെഡിയായി വരാൻ കുറച്ച് സമയം എടുക്കും. ഉം. അതിൻ്റെതായ സൈഡ് എഫക്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇപ്പം ബാക്ക് ബോണിനാണ് പിന്നെ മെയിനായിട്ട് ഒന്ന് ചെയ്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ സ്കാപ്പുല. നമ്മൾ ഷോൾഡറിന്റെ ഈ വശത്തേക്കൂടെ ആയിട്ട് വരുന്ന സ്കാപ്പുലക്കാണ് വേറെ ചെയ്തിരിക്കുന്നത്. ഏകദേശം 5, 6 സ്ഥലത്തുണ്ട്. അപ്പൊ അതിന്റെ ഭാഗങ്ങളൊക്കെയാണ് ഇപ്പം റേഡിയേഷൻ ചെയ്തിരിക്കുന്നത്. കാരണം അതിൽ കൂടുതൽ റേഡിയേഷൻ ആവശ്യമുണ്ട്. പക്ഷേ എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്തുകൂടാ. കാരണം അത് ബോണിന് ഭയങ്കരമായിട്ട് ബാധിക്കും. അപ്പൊ മെല്ലെ മെല്ലെ അത്രയും മൈന്യൂട്ടായിട്ട് പിന്നെ ഫോക്കസ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അത് ആദ്യം തന്നെ ഡോക്ടർ പറഞ്ഞിട്ട് നമുക്ക് ഘട്ടം ഘട്ടമായിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇപ്പോൾ ഓൾറെഡി അതിൻ്റെതായ അസ്വസ്ഥതകൾ ഉണ്ടാവും. ബോൺ ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരുപാട് അസ്വസ്ഥതകൾ ഉണ്ടാവും. പിന്നെ മെല്ലെ മെല്ലെ അതൊക്കെ ശരിയാവും. അപ്പോൾ ഇപ്പൊ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ക്യാപ്സ്യൂൾസ് ഒരു 15-ാം തീയതിക്ക് മീൻസ് ഒരു 15 ദിവസം കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ ഒരു 10 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് കഴിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത്. കൂടെ തന്നെ വേറെ ബുദ്ധിമുട്ടില്ലാത്ത കുറച്ച് ക്യാപ്സ്യൂൾസും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. അപ്പൊ ആക്റ്റീവായി വരും. പിന്നെ ചെറിയ തരത്തിലുള്ള ചെറിയ യോഗ പോലുള്ള ചില എക്സർസൈസുകൾ ആവശ്യമുണ്ട്. പിന്നെ അതിനെല്ലാം ഉപരി പിന്നെ നല്ല സന്തോഷമായിരിക്കുകയാണ്. എന്നോട് ഡോക്ടർ ചോദിച്ചു, "എന്താണ് പുള്ളിക്കാരി ഇത്ര സ്ട്രെസ് ആയതുപോലെ ഒരു ഭയങ്കര" അങ്ങനെയല്ലല്ലോ പുള്ളിക്കാരി ഒരു പിന്നെ ഉഷാറായ ഒരാളല്ലേ. എന്തുകൊണ്ട് ഭയങ്കര സ്ട്രെസ്? ഞാൻ പറഞ്ഞത് വോമിറ്റിംഗ് ആയതുകൊണ്ടായിരിക്കും. അപ്പൊ മാക്സിമം ഇനി ഏത് തരത്തിലുള്ള ക്യാൻസർ പേഷ്യൻസിനെയും മാക്സിമം ഹാപ്പി ആക്കുക, സന്തോഷം ഉണ്ടാക്കുക. ഏഹ് നമ്മളൊക്കെ എന്ത് സങ്കടവും നെഞ്ചിന്റെ നെരിപ്പോടിനുള്ളിലേക്ക് കയറ്റിയിട്ട് അങ്ങ് ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. എന്തായാലും ഹാപ്പിയായി തന്നെ നിലകൊള്ളും. ഓരോ ഹാപ്പിയിലും തീർച്ചയായും റിക്കവറായി വരാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. തീർച്ചയായും വരും. അല്ലേ? ദൈവം നമ്മോടൊപ്പം ഉണ്ട്. അതിലുപരി നിങ്ങളെല്ലാവരുടെയും ഒരുപാട് പ്രാർത്ഥനയും. ഓക്കെ.
ഒരു കാക്ക